എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി 14-ാം അധ്യായത്തിൽ ഹേരോദാവ് യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുകയും താൻ വധിച്ച സ്നാപകയോഹന്നാൻ ഉയർത്തു വന്നതാണ് യേശുക്രിസ്തു എന്ന് തെറ്റായി അനുമാനിക്കുന്നത് 1-2 വാക്യങ്ങളിൽ നാം കാണുന്നു. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകനെ എന്തിനാണ് തടവിലാക്കിയതെന്നും ഹെറോദോസ് എങ്ങനെയാണ് സ്നാപകയോഹന്നാനെ ക്രൂരമായി വധിച്ചതെന്നും നാം വായിക്കുന്നു. 13-14 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകന് സംഭവിച്ചത് യേശു അറിയുമ്പോൾ നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകുന്നതും ജനക്കൂട്ടം പിന്തുടരുകയും അവരിലെ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 5000-ത്തിലധികം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതായി യേശു 5 അപ്പവും 2 മത്സ്യവും വർദ്ധിപ്പിക്കുന്ന അത്ഭുതം വിവരിക്കുന്നു. 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ പെട്ടപ്പോൾ യേശു വെള്ളത്തിനു മുകളിലൂടെ നടന്നെത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. തുടർന്ന് പത്രോസിന് വെള്ളത്തിൽ നടക്കാൻ ധൈര്യമുണ്ടായെങ്കിലും അവൻ യേശുവിൽ നിന്നും തൻ്റെ ശ്രദ്ധ മാറ്റുമ്പോൾ സംശയിക്കുകയും മുങ്ങിപ്പോവുകയും എന്നാൽ കർത്താവ് കരം നീട്ടി അവനെ രക്ഷിക്കുന്നതായും കാണുന്നു. 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പടകിൽ കയറി കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതും പടകിലുള്ളവർ അവനെ ആരാധിക്കുന്നതും യേശുവും ശിഷ്യന്മാരും കരയിൽ എത്തുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കേട്ട അനേകർ യേശുവിനാൽ സുഖപ്പെടാൻ രോഗികളായ അനേകരെ കൊണ്ടുവരുന്നതും അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ പോലും സൗഖ്യമായി എന്നും നാം കാണുന്നു. 1-2 വാക്യങ്ങളിൽ ഗലീലയിലെയും പരിസരങ്ങളിലെയും ദരിദ്രരുടെ ഇടയിൽ യേശു നടത്തിയ പരസ്യമായ അത്ഭുതങ്ങളുടെ വാർത്ത പ്രദേശത്തെ രാജാവായ ഹേരോദാവ് കേട്ടപ്പോൾ അസ്വസ്ഥനായി. തൻ്റെ ദാസന്മാരോട് ഇവൻ സ്നാപക യോഹന്നാനാകുന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതായി നാം വായിക്കുന്നു. മത്തായി 2:7-13 വാക്യങ്ങളിൽ നാം മുൻപ് വായിച്ചതുപോലെ ബെത്ലഹേമിൽ ശിശുവായിരുന്ന യേശുവിനെ വധിക്കാൻ ശിശുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട വലിയ ഹേരോദാവിന്റെ പുത്രന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ശിരച്ഛേദം ചെയ്ത ഹെറോദോസ് അന്തിപ്പാസ് തന്റെ സഹോദരൻ ഹെറോദോസ് ഫിലിപ്പോസിന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്തു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ സധൈര്യം ഹേരോദാവിനെ പരസ്യമായി അപലപിക്കുകയും ഹേരോദിയ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീയെ ഭാര്യയായി വയ്ക്കുന്നത് നിയമാനുസൃതമല്ലെന്ന് അവനോട് പറയുകയും ചെയ്തു. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഹേരോദാവ് അദ്ദേഹത്തെ പിടികൂടി ബന്ധിച്ചു തടവിലാക്കി എന്ന് 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഹേരോദാവിൻ്റെയും ഹേരോദിയായുടെയും വിവാഹം 2 കാരണങ്ങളാൽ നിയമവിരുദ്ധമായിരുന്നു. ഒന്നാമതായി, രക്തബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നത് ദൈവം വിലക്കിയതാണ്. ലേവ്യ പുസ്തകം 18:6, 12, 13, 20:9 ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. രണ്ടാമതായി, സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് ദൈവം മുൻപാകെ നിയമവിരുദ്ധമായിരുന്നു എന്ന് ലേവ്യ പുസ്തകം 18:16, 20-ാം അധ്യായത്തിന്റെ 21 ഈ വാക്യങ്ങളിലൊക്കെ നാം വായിക്കുന്നു. ഹേരോദാവ് വിവാഹം ചെയ്ത ഹേരോദിയ വലിയ ഹേരോദാവിന്റെ മകനും തന്റെ മുൻ ഭർത്താവായിരുന്ന ഫിലിപ്പോസിന്റെ സഹോദരനുമായിരുന്ന അരിസ്റ്റോബൂലോസ് 4-ാമന്റെ മകൾ ആയിരുന്നു. ഹേരോദിയ ഫിലിപ്പോസുമായുള്ള വിവാഹത്തിൽ ശലോമി എന്ന മകളെ പ്രസവിച്ചതാണ് എന്ന് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് പറയുന്നു. ടെട്രാർക്കിനെ വിവാഹം കഴിക്കുന്നതിനായി ഫിലിപ്പോസിനെ വിവാഹമോചനം ചെയ്തു. ഹേരോദാവിന് നേരെ നിന്ന് ധീരമായി ദൈവവചനത്തിന് വിരുദ്ധമായി വിവാഹമെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞതുകൊണ്ട് തനിക്ക് അപകീർത്തി ഉണ്ടാക്കിയതിലുള്ള ദേഷ്യത്താൽ യോഹന്നാൻ സ്നാപകനെ വധിക്കാൻ ആഗ്രഹിച്ചിട്ടും യോഹന്നാൻ സ്നാപകനെ ഒരു പ്രവാചകനായി കണക്കാക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ ഹേരോദാവ് ഭയപ്പെട്ടു എന്ന് 5-ാം വാക്യത്തിൽ നാം കാണുന്നു. ഹേരോദാവിന്റെ ജന്മദിവസത്തിൽ ഹേരോദിയായുടെയും ഫിലിപ്പോസിന്റെയും മകളായ ശലോമി ഹേരോദാവിനും അതിഥികൾക്കും മുമ്പിൽ നൃത്തം ചെയ്തു ഹേരോദാവിനെ സന്തോഷിപ്പിച്ചു എന്ന 6-ാം വാക്യത്തിൽ നാം കാണുന്നു. ഹേരോദാവ് അവളുടെ പ്രകടനത്തിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി അവൾ ആവശ്യപ്പെടുന്നതെന്തും നൽകുമെന്ന് അവൻ സത്യം ചെയ്തു എന്ന് 7-ാം വാക്യത്തിൽ നാം കാണുന്നു. തന്റെ രാജ്യത്തിന്റെ പകുതി വരെ പെൺകുട്ടിക്ക് നൽകാമെന്ന് താൻ പ്രതിജ്ഞ എടുത്തുവെന്നും ഉത്തരം പറയുന്നതിനു മുമ്പ് ശലോമി വിരുന്നിൽ നിന്ന് ഇറങ്ങി എങ്ങനെ ഉത്തരം നൽകണമെന്ന് ചോദിക്കാൻ അമ്മ ഹേരോദിയായുടെ അടുത്ത് ചെന്നു എന്നും മർക്കോസ് 6-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ നാം കാണുന്നു.
മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19 കൂടെ ചേർത്ത് പഠിച്ചാൽ ഹെരോദിയ സ്നാപക യോഹന്നാനെ വെറുത്തു കൊല്ലാൻ ഇച്ഛിച്ചിട്ട് സാധിക്കാതെ ഇരുന്നതായി നാം കാണുന്നു. ഹെരോദിയ യോഹന്നാനെ ഇല്ലാതാക്കുവാനുള്ള അവസരം എന്ന് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണമെന്നാവശ്യപ്പെടാൻ അമ്മ മകളെ ഉപദേശിച്ചു എന്ന് നാം 8-ാം വാക്യത്തിൽ കാണുന്നു. പഴയ നിയമത്തിൽ ഏലിയാവിനെ കൊല്ലുവാനുള്ള ഇസബേലിന്റെ ആഗ്രഹം ഏലിയാവിന്റെ ആത്മാവോട് കൂടെ വന്ന യോഹന്നാൻ സ്നാപകനെ കൊല്ലാനുള്ള ഹെരോദിയാസിന്റെ പദ്ധതിക്ക് സമാന്തരമായി എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 19:2 മുതലായ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹെരോദാവ് രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ വിരുന്നുകാർക്ക് മുന്നിൽ പരസ്യമായി നടത്തിയ ശപഥത്തിൽ നിന്ന് പിന്മാറാൻ കഴിയാത്തത് കൊണ്ട് അവൾ ചോദിക്കുന്നത് പോലെ ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു എന്ന് 9-ാം വാക്യത്തിൽ നാം കാണുന്നു. 10-11 വരെയുള്ള വാക്യങ്ങളിൽ ഹെരോദാവ് ആളയച്ച് യോഹന്നാൻ സ്നാപകനെ തടവിൽ വെച്ച് തന്നെ ചിരച്ഛേദം ചെയ്തു എന്നും അദ്ദേഹത്തിന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് നൽകി തുടർന്ന് അത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നുമാണ് കാണുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന മൃതദേഹം എടുത്ത് സംസ്കരിച്ച ശേഷം അവർ പോയി ഈ ദുഃഖകരമായ വാർത്ത യേശുക്രിസ്തുവിനെ അറിയിച്ചതായി 12-ാം വാക്യത്തിൽ കാണുന്നു. സങ്കീർത്തനം 37:12-15 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു. അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും. അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ലു കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ കൈകളാൽ നീതിമാന്മാർക്ക് വരുന്ന ഈ ലോകത്തിലെ കഷ്ടതയുടെ ഒരു ഉദാഹരണമാണ് നീതിയോടെ ജീവിച്ച സ്നാപക യോഹന്നാന് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.